യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വിലയേറിയ ആത്മീക മർമ്മങ്ങളെക്കുറിച്ചാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ദിവസങ്ങളിൽ ചിന്തിച്ചത് അബ്രഹാമിനെ ദൈവം വിളിച്ചതായ വിളിയും അതേപോലെ തന്നെ ആ വിളിയോട് കൂടി ദൈവം നൽകിയതായ വാഗ്ദത്തങ്ങളും അതിനോട് അബ്രഹാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത ദിവസങ്ങളായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചു, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് ദൈവം വ്യക്തിപരമായി നൽകുന്നതായ അനുഗ്രഹം മാത്രമല്ല, അതേപോലെ തന്നെ അബ്രഹാമിന്റെ മക്കൾക്ക് അബ്രഹാമിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹം മാത്രമല്ല, അതേ അബ്രഹാമിലൂടെ തന്നെ ലോകത്തിലുള്ള സകല വംശങ്ങളും, ലോകത്തിൽ ഉണ്ടാകുന്നതായ എല്ലാവിധമായ ആളുകളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായ ആ ഒരു പ്രധാനപ്പെട്ട സത്യമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ധ്യാനിപ്പാൻ തക്കോണം ഇടയായി തീർന്നത്. നോക്കൂ, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, അതേപോലെ തന്നെ അബ്രഹാമിനെ ദൈവം ഒരു അനുഗ്രഹമാക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും അങ്ങനെയാണ്. നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും. അതിന് ആസ്പദമായൊരു വാക്യമാണ് നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ തന്നെ കാണാൻ കഴിയുന്നത്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇത് ദൈവവചനത്തിന്റെ വലിയൊരു വാഗ്ദത്തമാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ദൈവത്താലുള്ള ഈ അനുഗ്രഹം പ്രാപിച്ചതായ അബ്രഹാം എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങളോടും അതേപോലെ തന്നെ ദൈവത്തിന്റെ വിളിയോടും പ്രതികരിക്കുന്നത്? അത് നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു മാതൃകയാണ്. ദൈവം നമ്മെ വിളിക്കുമ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മളോട് പറയുമ്പോഴും അത് കേട്ടിരിക്കുക എന്നുള്ളതല്ല ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അതിനുവേണ്ടി നമ്മൾ പുറപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പല ആളുകളും അവർ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരാണ്, ദൈവവചനം മനസ്സിലാക്കുന്നവരാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവർ ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷെ അവരിൽ നിന്നും യാതൊരു വിധമായ പ്രതികരണങ്ങളും ഉണ്ടാകാറില്ല. അവർ പറയുന്നു, യെസ്, ദൈവം ഞങ്ങളോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ അനുഭവമാണ് എന്നൊക്കെ അവർ പറയും. പക്ഷേ അവർ ദൈവത്തോട് പ്രതികരിക്കാത്തവരാണ്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതിനനുസരിച്ച് അതിനോട് പ്രതികരിക്കാതിരിക്കുന്ന ആളുകൾ. അവർക്ക് ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, കേവലം ചില ആത്മീകമായ അനുഭൂതികളോ അനുഭവങ്ങൾ കൊണ്ട് വെറുതെ ഇരിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വിളിയോടും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോടും നമ്മൾ പ്രതികരിക്കുന്നവരായി തീരണം. അതിന് അബ്രഹാമിനെ പോലെ അനുസരിക്കേണ്ടത് വളരെ ആവശ്യമാണ്, വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിപ്പാൻ പോകുന്നത് അതിന്റെ 4-ാമത്തെ വാക്യമാണ്. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. നോക്കൂ, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. നോക്കുക, അബ്രാമിനോട് ദൈവം പറയുന്നു ഗോ, അല്ലെ, നീ പോകുക. ഇതേ കാര്യം തന്നെ കർത്താവ് യേശുക്രിസ്തു നമ്മോട് പറയുന്നു, ഗോ, അല്ലെ, പോക, ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ എവിടെങ്കിലും ഐഡിയലായിട്ട് അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഇരിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പലരും അങ്ങനെയാണ് ആയിരിക്കുന്നത്. അവർ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് കേൾക്കുന്നു, ദൈവത്തിന്റെ ഡയറക്ഷൻസിനെ കുറിച്ച് അവർ അറിയുന്നു. അവർ ഒരിടത്തു തന്നെ ഇരിക്കുന്നു, അവരുടെ കാര്യങ്ങളിൽ മാത്രം അവർ ഏർപ്പെടുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളോട് പോക എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച ആ ദൗത്യം, അതെ, ദൈവം നമ്മളോട് സംസാരിച്ചതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഈ ഗോ, പോകുക, പുറപ്പെടുക എന്നുള്ള വാക്കിന്റെ പ്രധാനപ്പെട്ട അർത്ഥം. ഇവിടെ നമ്മൾ അബ്രഹാം പുറപ്പെട്ടു എന്ന് കാണുമ്പോൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ദൈവം നമ്മോട് പറയുന്നു, നമ്മളും ഇതേപോലെ തന്നെ പുറപ്പെടണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ ശബ്ദത്തോട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വിളിയോട് പ്രതികരിക്കേണ്ടതെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്നവരായ ആളുകൾ, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ, നിങ്ങൾ വാസ്തവത്തിൽ പുറപ്പെടുന്നവരാണോ? ദൈവത്തിന്റെ വിളി കേട്ട് അല്ലെങ്കിൽ ദൈവം നിങ്ങളെ വിളിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പുറപ്പെട്ട് ചെല്ലുന്നവരാണോ?
ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പുറപ്പെടുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കേട്ടതായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അനുസരിക്കുവാൻ നമ്മൾ ആരംഭിക്കണം എന്നുള്ളതാണ്. അബ്രഹാം ഇവിടെ അക്ഷരികമായി തന്നെ പുറപ്പെട്ടു. നോക്കൂ, എങ്ങനെ പുറപ്പെട്ടു? യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. അബ്രാമിന് തോന്നിയതുപോലെയല്ല അബ്രാം ചെയ്യാൻ തുടങ്ങുന്നത്. അബ്രാം യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ. എന്താണ് ഈ കൽപ്പനയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നോക്കൂ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, ഒന്നും അന്വേഷിക്കാതെ പോകുക, ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത് ഹൃദയത്തിൽ അവൻ സൂക്ഷിക്കുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അതേപോലെ തന്നെ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ അബ്രഹാം ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവം പറഞ്ഞതുപോലെ അതേ കാണിപ്പാനിരിക്കുന്ന ദേശം, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവത്തോടു കൂടിയായിരുന്നില്ല, ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുള്ള യാത്ര. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയ പലപ്പോഴും നമ്മൾ ഇതിന് വിരുദ്ധമായിട്ടല്ലേ പോകുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവത്തോട് 100 ചോദ്യങ്ങളും സംശയങ്ങളും, ദൈവത്തെ അവിശ്വസിക്കുന്നതായ ആ അനുഭവങ്ങളോടുകൂടിയല്ലേ നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തെ അനുസരിക്കുന്നില്ല. നമ്മൾ പറയുന്നു ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചുരുങ്ങിയ സമയത്ത് ഒരു പ്രാർത്ഥനയുടെ ജൽപ്പന മാത്രം. നോ, അങ്ങനെയല്ല ദൈവമക്കളെ, അങ്ങനെയല്ല പ്രിയമുള്ളവരെ. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ അനുസരിക്കേണ്ടത്, ദൈവത്തെ അനുസരിച്ച് യാത്ര പുറപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. എന്നിട്ട് നമ്മളിവിടെ വായിക്കുന്നുണ്ട്, ലോത്തും അവനോടുകൂടെ പോയി. ലോത്ത് ആരാണ്? ലോത്ത് അബ്രഹാമിന്റെ അനന്തരവനാണ്. അതേ അബ്രഹാമിന്റെ സഹോദരപുത്രനാണ്. ആ സഹോദരപുത്രൻ എന്ന് പറയുമ്പോൾ ആ സഹോദരന്റെ പേര് ഹാരാൻ എന്നായിരുന്നു. നമ്മൾ ചെറിയൊരു പരാമർശം ഹാരാനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. ഹാരാൻ വളരെ യൗവനപ്രായത്തിൽ തന്നെ മരിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഹാരാന്റെ ഈ പുത്രനായ ലോത്ത് അനാഥനായി അബ്രഹാം തൻ്റെ അങ്കിളായ അബ്രാമിനോടുകൂടെ ഉണ്ടായിരുന്നതായ ഒരുവനായിരുന്നു ലോത്ത്. അങ്ങനെയാണെങ്കിൽ അനാഥനായ ഈ ലോത്തിനെ എപ്പോഴും പരിഗണിച്ചിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു ഈ അങ്കിളായ അബ്രാം. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ഇതേപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനിയും അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അബ്രാമിൽ നിന്നും അതേ ആ ദൈവീകപരമായ ഗുണങ്ങൾ ലോത്തിന് ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അബ്രാമിന്റെ ആ കുടുംബത്തിൽ തന്നെ ലോത്ത് ആയിത്തീരുവാൻ ഇടയായിത്തീർന്നു. നോക്കൂ, അബ്രാം തൻ്റെ ആത്മീയമായ കാര്യങ്ങളിലും ലോത്തിനെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട മാതൃകയാണ്. ലോത്തിനെ കുറിച്ച് ധാരാളം എനിക്ക് സംസാരിക്കാനുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവിടെ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ആത്മീക പാഠങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ അബ്രാമിന്റെ കരുണയാണ്, അവന്റെ സഹതാപമാണ്. അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഈ ലോത്തിനെ ഉൾപ്പെടുത്തുവാൻ കാണിക്കുന്നതായ മഹാമനസ്കതയാണ്. അബ്രാമിനോടുകൂടെ ലോത്തും പോയി എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഹാരാനിൽ നിന്നും അബ്രാം പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. നല്ല ഒരു വാർദ്ധക്യ അവസ്ഥയിലാണ് അബ്രഹാം പുറപ്പെടുന്നു എന്നുള്ളത് നമുക്കിവിടെ ഊഹിക്കാൻ സാധിക്കും. ഓഫ് കോഴ്സ് അന്നത്തെ പ്രായം അനുസരിച്ച് അത് ഒരു വാർദ്ധക്യത്തിന്റെ പ്രായമെന്ന് നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അബ്രഹാമിന്റെ ആ സംസാരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുത്രോത്പാദനത്തിന് ശക്തിയില്ലാത്തവരായിരുന്നു അവർ പ്രായം ചെന്നവരായിരുന്നു, അവർ അതിനുള്ള ശേഷി ഇല്ലാത്തവരായിരുന്നു, അതേ മൃതപ്രായനായവനായിരുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തുമ്പോൾ അബ്രഹാമിന്റെ ആ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഊഹം ലഭിക്കാനിടയായിത്തീരും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, അബ്രഹാമിന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിലാണ് അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവത്തെ വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലും നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും കഴിയണം. ദൈവത്തെ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നമുക്ക് പുതിയ നിയമത്തിലൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ കൃപയെക്കുറിച്ച്. പഴയ നിയമ പുസ്തകങ്ങളിൽ ദൈവത്തിന്റെ കൃപ എന്നുള്ള വിഷയത്തെക്കുറിച്ച് കൂടുതലായി നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഓരോ ആളുകളെയും സഹായിച്ചുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് ശിംശോനെ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചു. അതേപോലെ തന്നെ ദാവീദിനെ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഈ അബ്രാമിനെയും സഹായിച്ചു എന്നുള്ളത്
നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് ഈ സഹായം ലഭിക്കുന്നത്? സഹായം ലഭിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ സഹായം, ആ കൃപ ലഭിക്കാനിടയായി തീരും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ വ്യാപരിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അബ്രഹാം തൻ്റെ ആ പ്രതികൂലമായ സാഹചര്യങ്ങളെ അല്ല അവൻ കണക്കിലെടുക്കുന്നത്. അവൻ അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി നിൽക്കുകയാണ്. പക്ഷെ ആ യാഥാർത്ഥ്യങ്ങൾ നമ്മെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ആ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്നതായ ഒരു ദൈവമുണ്ട് എന്നുള്ളത് പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങളിൽ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, അതെ, ആ യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ദൈവകൃപ, ദൈവശക്തി ദൈവം നമ്മുടെ മേൽ തരുവാനിടയായി തീരും. ഇന്നൊരു പക്ഷേ എന്നെ കേൾക്കുന്നവരായ ആളുകൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലായിരിക്കാം. നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്നേ നിങ്ങൾക്ക് ഒരു ഊഹമുണ്ടായിരിക്കാം. നാളുകളിൽ നിങ്ങൾ നേരിടാൻ പോകുന്നതായ വെല്ലുവിളികളെക്കുറിച്ച് നിങ്ങൾക്കൊരു ചിന്തയുണ്ടാകാം. പക്ഷെ അതിന് നടുവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ നാളുകളെ നിങ്ങൾക്ക് അനുഗ്രഹമാക്കാൻ കഴിയുന്നതായ ഒരു ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുക. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് വിപരീതമായി വരുന്ന റിസൾട്ടുകളെയല്ല, ഫലങ്ങളെയല്ല, മറിച്ച് ദൈവം അവയെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇതിന് വിപരീതമായ ധാരാളം ചിന്തകൾ പിശാച് നമ്മുടെ ഉള്ളിൽ കൊണ്ടിടും. പക്ഷെ അവയെല്ലാം തന്നെ നമുക്ക് നേരിടുവാൻ കഴിയുന്നതായ ആ ഒരു ആത്മശക്തി, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കണം. അതിനൊക്കെയാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മെ വളരെയധികം സഹായിക്കുന്നത്. പലരോടും പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. പക്ഷെ പലരും ചിന്തിക്കുന്നത് പ്രാർത്ഥന ഒരു ശിക്ഷ എന്ന പോലെയാണ്. അങ്ങനെയല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവത്തിൽ ആഴമായി നമുക്ക് ആയിരിക്കാനും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപ ആത്യന്തികമായി പ്രാപിക്കുവാനുമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കൊരിക്കലും ദൈവം അന്യമല്ല, ദൈവം അന്യനുമല്ല, മറിച്ച് നിങ്ങളോട് കൂടെ ചേർന്നിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആ കൃപകളാൽ നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നാളുകളിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളാകട്ടെ, നാളുകളിൽ നിങ്ങൾ നേരിടാൻ പോകുന്നതായ വൈഷമ്യ ഘട്ടങ്ങളാകട്ടെ, അതിൻ്റെ നടുവിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ വിടുവിച്ച് ഒരു അനുഗ്രഹമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് അബ്രാമിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും അതേ ദൈവം പറഞ്ഞതായ ആ വചനങ്ങൾ നിമിത്തം പുറപ്പെടുവാൻ, പ്രവർത്തിക്കുവാൻ, അത് പ്രാക്ടീസ് ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു തീരുമാനവും സമർപ്പണവും ഈ വചനത്തിന് മുമ്പാകെ നിങ്ങൾ എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വലിയ ചേഞ്ചസ്, വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. നമ്മളത് ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്? ഒരു പാസ്റ്റർ എന്ന വണ്ണം ഞാൻ എന്നിലൂടെ ദൈവം പറയുന്നതായ വചനങ്ങൾ കേൾക്കുന്ന ആളുകളെ നിരീക്ഷിക്കാറുണ്ട്. അവരിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. കാരണം പല ആളുകൾക്കും വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിനെ കുറിച്ചല്ല, സാമ്പത്തികമായ മാറ്റങ്ങളെ കുറിച്ചല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ആത്മീയമായ മാറ്റങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ദൈവം സാമ്പത്തികമായ മാറ്റങ്ങൾ തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് അനുഭവിക്കുകയും നമുക്ക് ചെയ്യാമല്ലോ. എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതെ, അബ്രാമിനെ ഒരു അനുഗ്രഹമാക്കിയവനായ ദൈവം, അബ്രഹാം നിമിത്തം യഹൂദന്മാരെ അനുഗ്രഹിച്ചവനായ ദൈവം, അബ്രഹാം നിമിത്തം യഹൂദന്മാരെ മാത്രമല്ല ജാതികളായ നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചതായ ദൈവം മേലാലും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നുള്ള കാര്യം മറന്നുപോകരുത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ദൈവം പറഞ്ഞതായ കാര്യങ്ങളോട് അവൻ റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കണം അങ്ങ് സഹായിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും കേവലം കേൾക്കുന്നവർ മാത്രമല്ല, ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്നവർ മാത്രമല്ല, മറിച്ച് ദൈവം ഞങ്ങളോട് പറയുന്നതായ കാര്യങ്ങളെ വിശ്വസിക്കുവാനും ദൈവത്തെ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുവാനും അനുസരിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൽ അതിനോടെല്ലാം തന്നെ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്ത് അബ്രഹാം പുറപ്പെട്ടതുപോലെ ഞങ്ങളും ഞങ്ങളുടെ ജീവിത യാത്രകളിൽ അതിനായി പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായി ദൈവവചന ഭാഗങ്ങൾ അറിയണമെങ്കിൽ, അതേപോലെ തന്നെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.